അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഇന്നും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. തളിസംബന്ധമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മളൊക്കെ മുഹറം മാസം വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും ഓടിക്കോ മുഹറം വരുന്നുണ്ട് എന്നുള്ള പ്രതീതിയാണ് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അഥവാ മുഹറം മാസത്തിൻ്റെ ആ മാസം മറഞ്ഞു കണ്ടത് മുതൽ തുടങ്ങി പിന്നെ അവൻ്റെ ദുശ്ശകുനങ്ങൾ, അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ അതിന് തുടക്കമായി എന്നാണ് പഴമക്കാരുടെയൊക്കെ വിശ്വാസം. പല ആൾക്കാരും നടത്തിയിരുന്നത്. പഴയ കാലത്തൊന്നും മുഹറം മാസം ഉദിച്ചു എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാരും നോക്കൂല. കാരണം ഏതെങ്കിലും മാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള മരത്തിൻ്റെ ഇടയിലൂടെ കൊമ്പിൻ്റെ ചില്ലുകൾക്കിടയിലൂടെ മാസം കണ്ടാൽ പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ മരണം ഉറപ്പാണ്, അല്ലെങ്കിൽ അവന് മരണം ഉറപ്പാണ്. ഈ ഒരു രീതിയിലേക്കുള്ളൊരു വിശ്വാസം ആളുകളെ പഴയ കാലത്ത് കൊണ്ടുപോരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരു 10 എന്ന് പറയുന്ന ദുരന്തത്തിൻ്റെ 10കളാണ് എന്നുള്ളൊരു ധാരണയാണ് പല ആളുകളെയും ഇങ്ങനെയുള്ള പ്രവൃത്തിക്ക് പ്രചോദനമാവുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. ഏത് മാസം കാണുമ്പോഴും നമ്മളൊരു ദിക്ർ ചൊല്ലേണ്ടത്. അത് ദിക്ർ ചൊല്ലുന്നതോടെ ആ മാസത്തിൻ്റെ ഒരു വിഷയം വരുന്നില്ല. മറിഞ്ഞ് കണ്ടു കണ്ടില്ല എന്നുള്ളതല്ല. മാസം കണ്ടാൽ കാണാൻ പറ്റുന്ന രീതിയിൽ മാസം കണ്ടു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ റഅൽ ഹിലാല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിലാലിനെ കണ്ടാൽ അഥവാ ചന്ദ്രനെ ദർശനം നടന്നാൽ ചന്ദ്രനെ കണ്ടാൽ ഖാല അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹി ലാ റഷീദിൻ വഖൈർ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ല പറയാൻ റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസം കണ്ടാൽ ഉടനെ പറയും അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ, ഈമാനോടെയും നിർഭയത്തോടെയും പടച്ചോനെ നമുക്ക് പറപ്പിക്കണം ഇതിനെ. വസ്സലാമത്തി വൽ ഇസ്ലാം, ഇസ്ലാമോടും രക്ഷയോടും കൂടി. റബ്ബി വറബ്ബുക്കല്ലാ, എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളയാണ്. ഹിലാ റഷീദിൻ ഖൈർ, നല്ല മാസം റഷീദിൻ്റെയും ഖൈറിൻ്റെയും മാസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ഏത് മാസം കാണുമ്പോഴും, പ്രത്യേകിച്ച് മാസം കാണലും നോക്കലൊക്കെ സുന്നത്താണ്. അത് കണ്ടാലുടനെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും ഇതാണ്. ഈ പ്രാർത്ഥന നടത്തിയാൽ പിന്നെ ആ ഒരു മാസത്തിൽ അവരൊരു ദുശ്ശകുനവും കരുതേണ്ട ആവശ്യമില്ല. ഇത് മാസം മറിഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞാൽ അവന് പിന്നെ അവൻ്റെ മനസ്സിൽ വിഷയം പോകുന്നില്ല. മുഹറം മാസം ഉദിക്കുന്നു 1-2 ആവുമ്പോഴേക്കും ആരും പടിഞ്ഞാറ് വഴി നോക്കുന്നില്ല. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ആളുകളുടെ ഒരു അന്ധമായ രീതിയിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മുഹറം ഒരു വർഷാരംഭമാണ്. ഗുണകരമായ ഏത് കാര്യങ്ങളെ കൊണ്ട് തുടങ്ങലും ഏത് കാര്യങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങളെ കൊണ്ട് തുടങ്ങലും നല്ലതാണ് എന്നാണ്. അതുപോലെ നല്ല കാര്യങ്ങൾ തുടങ്ങാനും മുഹറം മാസത്തിന് നല്ലത്. തുടങ്ങുന്ന നല്ല കാര്യങ്ങളൊക്കെ മുഹറം മാസം എന്ന് പറയുന്നത് അത് തുടങ്ങുമ്പോൾ നല്ലത് കൊണ്ട് തുടങ്ങണം. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയത് മുഹറം മാസത്തിലാണ്. കാരണം അത് പുണ്യമുള്ള മാസമാണ്. അത് 10 കഴിയട്ടെ എന്ന് പറഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിക്കാഹുകൾ നടക്കാം, അതുപോലെ തന്നെ കല്യാണങ്ങൾ നടക്കാം, എല്ലാം നടക്കാം. പക്ഷെ പഴമക്കാരായ ആളുകൾ അത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നധികം ആളുകളും 1 മുതൽ 10 വരെ നോമ്പ് നിൽക്കുന്ന ആളുകളാണ്. നോമ്പ് നോക്കുന്ന ആളുകളായതുകൊണ്ട് 10 കഴിയട്ടെ എന്നിട്ട് നമുക്ക് കല്യാണം നടത്താം, സൽക്കാരം നടത്താം, നിശ്ചയം നടത്താമെന്ന്. കാരണം എന്ത് കഴിക്കണ്ടേ ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. അല്ലാതെ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമെന്നുള്ള രീതിയിലായിരുന്നില്ല. എന്നാൽ പല ആളുകളും ഇന്ന് ഷിയാ വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ അതിൻ്റെ പ്രതിചലനം നമ്മുടെ നാട്ടിലൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. കാരണം സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാവാമല്ലോ. ബലി പെരുന്നാൾ എന്ന് പറയുന്നത് മുമ്പ് റേഡിയോയിലൂടെ വാർത്തയിലൊക്കെ നമ്മൾ കേട്ടതാണ്. ബലി പെരുന്നാളിൽ മുസ്ലിംകൾ ഇബ്രാഹിം നബിക്ക് വേണ്ടി ബലി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ധാരണകൾ, തെറ്റായ ധാരണകൾ ഉണ്ടാകാറുണ്ട്. ബലി പെരുന്നാളിൻ്റെ ആ സന്ദേശം ഇബ്രാഹിം നബിക്ക് വേണ്ടി ബലി നൽകുകയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓർമ്മ ശരിയാണെങ്കിൽ 28/4/98 രാവിലെ ഡൽഹി വാർത്ത വരുമ്പോൾ, പഴയ കാലത്ത് നമുക്ക് വാർത്ത ശ്രദ്ധിക്കാറുണ്ടായിരുന്നല്ലോ. അന്ന് ഡൽഹി വാർത്തയിൽ പറയുന്നത് മുസ്ലിങ്ങൾ മുഹറം മാസം ഹുസൈൻ്റെ രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കുകയാണ് എന്നാണ്. അതായത് മുഹറം മാസം എന്ന് പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വ ദിനമായി മുസ്ലിങ്ങൾ ആചരിക്കുന്നു എന്നാണ്. ഇതൊക്കെ പൂർണ്ണമായും ഷിയാ വിശ്വാസികളിൽ നിന്ന് വന്നൊരു വിഷയമാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസമല്ലായത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ആരും ബലി നൽകുന്നില്ല. അതേപോലെ തന്നെ
ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ രക്തസാക്ഷിത്വ ദിനമായി ആരും ഇത് ആചരിക്കുന്നില്ല. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിജയകരമായ വിഷയങ്ങൾ നടന്ന, പ്രവാചകന്മാർ പല വിഷയങ്ങളും ശത്രുക്കളിൽ നിന്ന് മോചനം നേടിയ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയത്തിനാണ് കൂടുതൽ മുഹറം മാസത്തിലുള്ളത്. ധാരാളമായ സംഭവം നടന്നത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കർബലയുടെ രക്തസാക്ഷിത്വമാണ്. അത് മാത്രമാണ് നടന്നത്. അതാണെങ്കിലോ എന്നാൽ മുഹറം മാസത്തിൻ്റെ 10 ദിവസം നടന്നു എന്നതുകൊണ്ട് അതിന് മഹത്വം കൂടുകയാണ് ചെയ്തത്. ആ മഹാനുഭാവൻ്റെ രക്തസാക്ഷിത്വത്തിന് മഹത്വം കൂടിയെന്നല്ലാതെ മുഹറം മാസത്തിന് തകരാറ് സംഭവിച്ചിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷിയ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ. ഈ വിശ്വാസങ്ങൾ നമ്മൾ വർജിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ദുശ്ശകുനം എന്ന് പറയുന്നത് മുഹറം മാസത്തിന് ഇല്ല. ഈ ഒരു പ്രാർത്ഥന നമ്മൾ കാണുമ്പോൾ, മാസം കാണുമ്പോൾ നമ്മൾ ചൊല്ലണം. അത് പ്രാർത്ഥന ഏത് മാസം കാണുമ്പോഴും ചൊല്ലുമ്പോൾ ആ ഒരു മാസം പൂർണ്ണമായി അതിലൂടെ നിർഭയമാകാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന മുഹറം മാസത്തിലും നമ്മൾ പ്രാർത്ഥിക്കണം. മാസം മറിഞ്ഞു കണ്ടാൽ ആരോ ഒരാൾ മരിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് പിന്നീട് പ്രചരണമായി അത് മാസം അവരുടെ കുടുംബത്തിലാരോ മറിഞ്ഞു കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് മരണപ്പെട്ടതാണ്. ഈ ഒരു രീതിയിലുള്ള ധാരണകൾ, തെറ്റിദ്ധാരണകൾ ഈ താമാസവുമായി മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്താനുള്ളതല്ല, ഇത് നന്മ ചെയ്യാനുള്ളതാണ് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലതിനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.